നമസ്കാരം. ഇൻട്രൊഡക്ഷൻ ടു എക്കണോമെട്രിക്സ് 9ാമത്തെ ലെക്ചറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്ലാസിക്കൽ നോർമൽ ലീനിയർ റിഗ്രഷൻ അഥവാ CNL ആണ്. ഓക്കെ, ഇത് കഴിഞ്ഞ തവണ നമ്മൾ ക്ലാസിക്കൽ ലീനിയർ റിഗ്രഷൻ മോഡൽ അഥവാ CLR ആണ് കണ്ടത്. ഇത് അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആണ്. നമ്മൾ ഒരു നോർമാലിറ്റി ഡിസ്ട്രിബ്യൂഷനിലേക്ക് കൊണ്ടുവരുന്നു. ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസിൽ രണ്ട് ഭാഗങ്ങളുണ്ട്, അഥവാ ഒന്നാമത്തെ എസ്റ്റിമേഷൻ, രണ്ടാമത്തെ ഹൈപ്പോത്തസിസ് ടെസ്റ്റ്. നമ്മൾ ഇതുവരെ നോക്കിയിരിക്കുന്നത് എസ്റ്റിമേഷനാണ്. ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങിനെ പറ്റി നമ്മൾ സംസാരിച്ചിട്ടില്ല. CLR അസംഷൻസിൽ നമുക്ക് ഈ 2 വേരിയബിൾ റിഗ്രഷൻ മോഡലിന്റെ പാരാമീറ്റേഴ്സ്, അതാണ് β1 hat, β2 hat ആൻഡ് സിഗ്മ സ്ക്വയർ hat, ഇത് നമുക്ക് വേണ്ട പല ഡിസൈറബിൾ പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യുന്നതെന്ന് കാണിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ അൺബയാസ്നെസ്, മിനിമം വേരിയൻസ്, ലീനിയാരിറ്റി, അതുപോലെയൊക്കെ തന്നെ. ഇത് എസ്റ്റിമേറ്റേഴ്സ് ആയതുകൊണ്ട് ഈ വാല്യൂസ് സാമ്പിൾ ടു സാമ്പിൾ മാറും. എന്തുകൊണ്ടാണ്? ബിക്കോസ് ദേ ആർ റാൻഡം വേരിയബിൾസ്. ഓക്കെ, റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ SRFനെ പഠിക്കുക മാത്രമല്ല, ഒരു PRFനെ പറ്റി എന്തൊക്കെ ഇൻഫറൻസ് പറയാൻ പറ്റുമെന്ന് കൂടി നമ്മൾ നോക്കും. അതുകൊണ്ട് ഈ β1 hat ട്രൂ β1നോട് എന്തുമാത്രം അടുത്ത് നിൽക്കുന്നു എന്ന് നോക്കും. അതുപോലെ തന്നെ സിഗ്മ സ്ക്വയർ ഹാറ്റ് ട്രൂ സിഗ്മ സ്ക്വയറിനോട് എന്തുമാത്രം അടുത്ത് നിൽക്കുന്നു എന്ന് നോക്കും. പിന്നെ β1 hat, β2 hat, സിഗ്മ സ്ക്വയർ ഹാറ്റ് ഒക്കെ റാൻഡം വേരിയബിൾസ് ആയതുകൊണ്ട് ഇതിൻ്റെയൊക്കെ ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ ഇത് നമ്മളതിന് ട്രൂ വാല്യൂസ് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ക്ലാസിക്കൽ നോർമൽ ലീനിയർ റിഗ്രഷൻ മോഡൽ എന്ന് പറയുന്ന സാധനത്തിന് പ്രസക്തി ഉണ്ടാകും. ഓക്കെ, സോ β2 hat തേർഡ് ചാപ്റ്റർ അപ്പൻഡിക്സിൽ ഒരു പ്രൂഫ് ഉണ്ട്. അത് നമ്മൾ ലീനിയാരിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. β2 hat equal to സിഗ്മ KI/YI. KI എന്ന് പറയുമ്പോൾ XI ഡിവൈഡ് ബൈ സിഗ്മ XI സ്ക്വയർ. നമ്മൾ β2ന്റെ ഒരു ഓൾട്ടർനേറ്റീവ് എക്സ്പ്ലനേഷൻ ആണ്. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും XIs ആർ അസ്യൂം ടു ബി ഫിക്സഡ്. അതുകൊണ്ട് β2 ഈസ് എ ലീനിയർ ഫംഗ്ഷൻ ഓഫ് YI എന്ന് നമുക്ക് എഴുതാം. കാരണം KI എന്ന് പറയുന്നത് ഒരു XIയുടെ KI എന്ന് പറഞ്ഞാൽ നമ്മൾ XIയുടെ ഒരു ഫംഗ്ഷൻ ആയിട്ട് എഴുതുന്നു. അപ്പോൾ KI ആർ ഫിക്സഡ് ഇൻ റിപ്പീറ്റഡ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് β2 hat ഈസ് ലീനിയർ ഓഫ് Y വിച്ച് ഈസ് റാൻഡം ബൈ അസംപ്ഷൻ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ YI ഈക്വൽ ടു β1 പ്ലസ് β2 XI പ്ലസ് UI. ഇത് വെച്ച് നമുക്ക് ഇതിനെ റീറൈറ്റ് ചെയ്യാം. അപ്പോൾ β2 hat ഈക്വൽ ടു KI സിഗ്മ KI ടൈംസ് β1 പ്ലസ് β2 XI പ്ലസ് UI. ഇവിടെ KI, betas and XIs all are fixed for this particular thing. അതുകൊണ്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? β2 hat is a linear function of UI which is random by assumption. ഒന്നുകൂടി പറയാം. നമ്മൾ ഈ β2 hatനെ ഒരു റീറൈറ്റ് ചെയ്തു. β2 ഈക്വൽ ടു സിഗ്മ KI/YI എന്ന് വെച്ചാൽ β2 ഈക്വൽ ടു XI/YI ഡിവൈഡ് ബൈ സിഗ്മ XI സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ അതിനെ KI നമ്മൾ ഈ XI ഡിവൈഡ് ബൈ സിഗ്മ XI സ്ക്വയറിനെ KI എന്നുള്ളതുകൊണ്ട് റീപ്ലേസ് ചെയ്തു. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ YIയുടെ എന്താണ് PRFന്റെ ഇക്വേഷൻ ഇവിടെ എടുത്ത് എഴുതി. അപ്പോൾ β2 hat ഈക്വൽ ടു സിഗ്മ KI ടംസ് β1 പ്ലസ് β2 XI പ്ലസ് UI. ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ β2ന് ബാക്കിയുള്ള വേരിയബിൾസിന്റെ എന്താണ് ഒരു β2 is a function of KI β2 പ്ലസ് UI നമ്മളിങ്ങനെ എഴുതുകയാണ്. സോ ഇവിടെ KI ഫിക്സഡ് ആണ്, ബീറ്റാസ് ഫിക്സഡ് ആണ്, XIs ആർ ഫിക്സഡ് ആണ്. സോ β2 ഈസ് അൾട്ടിമേറ്റ്ലി എ ലീനിയർ ഫംഗ്ഷൻ ഓഫ് UI വിച്ച് ഈസ് റാൻഡം ബൈ അസംപ്ഷൻ. UI ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം ഇവിടെ ഫിക്സഡ് ആണ്. അതുകൊണ്ട് β2 ഈസ് എ ലീനിയർ ഫംഗ്ഷൻ ഓഫ് UI എന്ന് പറയാം. Therefore, the probability distribution of β2, β1ന്റേതും will dependent upon the assumption made about the probability distribution of UI. എന്ന് വെച്ചാൽ ഈ β2 hatന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ UIയുടെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. നമ്മുടെ OLSൽ നമ്മൾ നോക്കിയപ്പോൾ β2ന്റെ പ്രോബബിലിറ്റിനെ പറ്റി UIന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെ പറ്റി നമ്മളൊന്നും പറയുന്നില്ല. UI റാൻഡം ആണെന്നുള്ളതിനെ ഒഴിച്ച് നമ്മൾ അവിടെ വേറൊന്നും പറയുന്നില്ല. ഇത് നമുക്ക് ഇവിടെ വേണമെങ്കിൽ UIനെ പറ്റിയിട്ട് UI ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നുണ്ടോ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും.
Classical normal linear regression model assumes that each UA is distributed normally with UA normally distributed mean equal to 0. Variance എന്ന് പറയുന്നതാണ് variance ആണ് E of UI minus EA UI the whole square. ഇത് UI E of UI square, that is sigma square, എന്താണ് ഈ ടേം 0 ആയി പോകും. Covariance of UA UJ എന്ന് പറയുമ്പോഴത്തേക്ക് E of UA minus E of UI times UA minus E of UJ equal to 0. ഇത് നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തതാണ്. ഇതിന്റെ UI നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, അപ്പോൾ മീൻ ഈക്വൽ ടു 0, കോൺസ്റ്റന്റ് വേരിയൻസ്, 0 കോവേരിയൻസ്. ഇപ്പോൾ നെ പറ്റി നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചുരുക്കി എഴുതാം. UA ഈക്വൽ ടു N normally distributed with 0 mean and constant variance. UA and UJ are not only uncorrelated but also independently distributed. അത് നമ്മൾ ഈ കോവേരിയൻസിന്റെ ടൈമിൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഈ 4.2.4 നമുക്ക് ഇങ്ങനെ റീറൈറ്റ് ചെയ്യും. UA ഈക്വൽ ടു UA is NAD 0 sigma square. NAD is normally and independently distributed. Previous cases UAD is equal to IAD distributed with 0 and sigma. IAD എന്ന് പറയുമ്പോൾ independently and identically distributed. ഇവിടെ normal random. UA is following random normal distribution with 0 mean and constant variance എന്നും പറയാം. സോ ഇതിനെല്ലാം നമ്മൾ ഓരോ രീതിയിൽ ഇത് പറയുന്നതിനുള്ള മൾട്ടിപ്പിൾ വേസ് ഓഫ് ലുക്കിംഗ് അറ്റ് ഇറ്റ്. റാൻഡം നോർമൽ എന്ന് പറയാം, അല്ലെങ്കിൽ NAD എന്ന് പറയാം. രണ്ടും ഈക്വലി വാലിഡ് ആണ്. ഓക്കെ, നോർമാലിറ്റി അസംഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? പല കാരണങ്ങളുണ്ട്. എന്ന് വെച്ചാൽ UA represent the influence of omitted variables. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. എന്തിനാണ് നമ്മൾ UA വേണ്ടതെന്ന്. ഈ ഒമിറ്റഡ് വേരിയബിൾസിന്റെ ഇൻഫ്ലുവൻസ് ചെറുതും റാൻഡും ആയിരിക്കും എന്നാണ് നമ്മുടെ ഒരു അസംഷൻ. സെൻട്രൽ ലിമിറ്റ് തിയറം വെച്ച് പറയുകയാണെങ്കിൽ എന്താണ്? there are a large number of identically independent and identically distributed random variables. Then the distribution of their sum tends to be a normal distribution as the number of such variables increase indefinitely. ഇതാണ് നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ലാർജ് നമ്പർ ഓഫ് IAD റാൻഡം വേരിയബിൾസ് ഉണ്ടെങ്കിൽ അതിന്റെ സമ്മിന്റെ ഡിസ്ട്രിബ്യൂഷൻ നോർമൽ ഡിസ്ട്രിബ്യൂഷനിലേക്ക് അപ്രോക്സിമേറ്റ് ചെയ്യും. എപ്പോഴാണ്? ആ വേരിയബിൾസിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നത്. CLTയുടെ വേറൊരു വേരിയന്റ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ നമ്പർ ഓഫ് വേരിയബിൾസ് അധികം വലുതല്ലെങ്കിൽ കൂടിയും ഈ വേരിയബിൾസ് സ്ട്രിക്ട്ലി ഇൻഡിപെൻഡന്റ് അല്ല എങ്കിലും അവരുടെ സം ചിലപ്പോൾ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയേക്കാം. നോർമാലിറ്റി അസംഷൻ ഉണ്ടെങ്കിൽ ഗുണം എന്താണെന്ന് വെച്ചാൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് ഓഫ് OLS എസ്റ്റിമേറ്റ് നമുക്ക് പെട്ടെന്ന് ഡെറൈവ് ചെയ്യാൻ പറ്റും. എന്താണ്? നോർമൽ ഡിസ്ട്രിബ്യൂഷന് പ്രത്യേക പ്രോപ്പർട്ടി ഉണ്ട്. പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് വേരിയബിൾസിന്റെ ലീനിയർ ഫംഗ്ഷനും എന്താണ് പറയുന്നത്? നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. നമ്മൾ നേരത്തെ ഒരു പ്രൂഫ് കണ്ടില്ലേ? β1 ഉം β1 ഹാറ്റും β2 ഹാറ്റും UAയുടെ ലീനിയർ ഫംഗ്ഷൻസ് ആണ്. അതുകൊണ്ട് UA നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണെങ്കിൽ β1 ഹാറ്റും β2 ഹാറ്റും നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അപ്പോഴെന്ത് പറ്റും? ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് വളരെ എളുപ്പമാണ്. ഹൈപ്പോത്തസിസ് ടെസ്റ്റിന്റെ കാര്യം നമ്മൾ പിന്നെ നോക്കും. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ സിമ്പിൾ ഡിസ്ട്രിബ്യൂഷൻ ആണ്. എന്താണ്? ആദ്യത്തെ രണ്ട് മൊമെന്റ്സ് മാത്രമേ ഉള്ളൂ. മീൻ, വേരിയൻസ്. മീൻ ഈസ് ഈക്വൽ ടു സം വാല്യൂ, വേരിയൻസ് ഈക്വൽ ടു സം വാല്യൂ. മൂന്നാമത്തെ മൊമെന്റ് ഏതാണ്? സ്ക്യൂനെസ് 0. നാലാമത്തെ മൊമെന്റ് കട്ടോസിസ്, അതും 0. അപ്പോ സിമ്പിൾ ഡിസ്ട്രിബ്യൂഷൻ ആണ്. പിന്നെന്ന് വെച്ചാൽ നമ്മളൊരു ഫൈനൈറ്റ് സാമ്പിൾ സൈസിലാണ് ഡീൽ ചെയ്യുന്നത്. മിക്കവാറും എക്കണോമെട്രിക്സിൽ അങ്ങനെയായിരിക്കും. ലെസ് ദാൻ 100 ഒബ്സർവേഷൻസ്. നോർമാലിറ്റി വെച്ച് നമുക്ക് ഈ പ്രോബബിലിറ്റി OLS എസ്റ്റിമേറ്റേഴ്സിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് പെട്ടെന്ന് ഡെറൈവ് ചെയ്യാൻ പറ്റും. അതും പോരാഞ്ഞിട്ട് നമുക്ക് TF chi-square സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് റിഗ്രഷൻ മോഡൽസിൽ അപ്ലൈ ചെയ്യാനും പറ്റും.
സോ ഇതൊക്കെ കൊണ്ടിട്ടാണ് നമ്മൾ നോർമാലിറ്റി അസ്യൂം ചെയ്യുന്നത്. പക്ഷേ ഇവിടെ പ്രശ്നങ്ങളുണ്ട്. അത് നമ്മൾ കുറച്ച് അത് കഴിഞ്ഞ് ഒരു എസ്റ്റിമേഷൻ, ഒരു ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഡിസ്കസ് ചെയ്യും. UI നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ OLS എസ്റ്റിമേറ്റേഴ്സിന് ഈ പ്രോപ്പർട്ടീസ് ഒന്ന്, ദേ ആർ അൺബയാസ്ഡ് ആണ്. രണ്ട്, അവർക്ക് മിനിമം വേരിയൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ OLS എസ്റ്റിമേറ്റേഴ്സ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ദേ ആർ എഫിഷ്യന്റ് എസ്റ്റിമേറ്റേഴ്സ്. മൂന്ന്, കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻസി എന്ന് വെച്ചാൽ എന്താണ്? സാമ്പിൾ സൈസ് കൂടുന്നതിനനുസരിച്ച് എസ്റ്റിമേറ്റേഴ്സ് അതിന്റെ ട്രൂ പോപ്പുലേഷൻ വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യും. 4, β1 hat being a linear function of UI is normally distributed with എന്താണ് the mean E of β1 hat equal to β1, variance of β1 equal to ഇതെന്താണ് പറയുന്നത് sigma xi times n sigma xi square times sigma square. അതാണ് β1 ഹാറ്റിന്റെ വേരിയൻസ്. സോ ഇതിനെ നമ്മൾ ഇങ്ങനെ ചുരുക്കി എഴുതാം. β1 hat follows with a distribution. β1 hat is normally distributed with the mean of β1 and variance of sigma square β1. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ട് നമുക്ക് z സ്കോർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. z സ്കോർ ഈക്വൽ ടു ഇവിടെ എന്താണ് പറഞ്ഞത്? β1 hat minus β1 divided by z സ്കോർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? β1 hat minus mean of β1 hat, that is β1 itself divided by standard deviation of β1. അങ്ങനെയാണ് ഇതെന്താണ് z സ്കോർ. ഇതാണ് x minus x bar divided by x bar അല്ല E of x divided by sigma x. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇത് വെച്ചിട്ട് z സ്കോർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോഴിങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഈ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇത് z ഫോളോസ് എ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. നമ്മളിതിനെ സ്റ്റാൻഡേർഡൈസ് ചെയ്യണം. അപ്പോൾ z follows, z has a mean of 0 and a standard deviation, variance, standard deviation variance of 1. സെയിം വെച്ച് നമുക്ക് ഇത് തന്നെ നമുക്ക് β2നും എഴുതാം. β2 എന്ന് പറയുമ്പോഴത്തേക്കും E of β2 equal to β2 hat is equal to β2. E of β2 hat equal to β2. അതായത് എക്സ്പെക്ടേഷൻ ഓഫ് β2 hat അതിന്റെ ട്രൂ വാല്യൂ തന്നെയാണ്. ആൻഡ് വേരിയൻസ് ഓഫ് β2 hat നമ്മൾ ഈ ഫോർമുല വെച്ച് സിഗ്മ സ്ക്വയർ ഡിവൈഡ് ബൈ സിഗ്മ xi സ്ക്വയർ. സോ β2 hat follows a normal distribution of with mean β2 and variance is sigma square β2. അപ്പോൾ ഇതിനെ നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നു ഇങ്ങനെ. ആൻഡ് z follows the standard normal distribution. β1 ഹാറ്റിന്റെയും β2 ഹാറ്റിന്റെയും ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് അടുത്ത പേജിൽ കാണാം. ഇതാണ് അതിന്റെ മീൻ. E of β1 hat equal to β1 hat, E of β2 hat equal to β2 hat. ഇത് ഇതിന്റെ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പോൾ മീൻ ഈക്വൽ ടു 0, വേരിയൻസ് ഈക്വൽ ടു 1. ഓക്കെ. n minus 2 sigma square hat divided by sigma square എന്ന് പറയുന്ന ഒരു chi square ഡിസ്ട്രിബ്യൂഷനിൽ വിത്ത് n minus 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡമിൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതാണ് പറഞ്ഞ റേഷ്യോ ഓഫ് ദ എസ്റ്റിമേറ്റഡ് വേരിയൻസ് ഡിവൈഡ് ബൈ ദ റേഷ്യോ ഓഫ് ദ ട്രൂ വേരിയൻസ് ടൈംസ് n minus 2. n minus 2 രണ്ട് ഇവിടെ എന്താണെന്ന് വെച്ചാൽ രണ്ട് വേരിയബിൾസ് ഉള്ളതുകൊണ്ട് ഇത് chi square ഡിസ്ട്രിബ്യൂഷനിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. β1ന്റെയും β1 ഹാറ്റിന്റെയും β2ന്റെയും ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സിഗ്മ 2 ഹാറ്റ് ആയിട്ട് ഇൻഡിപെൻഡന്റ് ആണ്. β1 ഹാറ്റിനും β2നും മിനിമം
variance in the entire class of unbiased estimator, whether linear or not. ഇതൊരു വളരെ പവർഫുൾ റിസൾട്ടാണ്. ഗോസ്-മാർക്കോവ് തിയറി എന്താണ് പറയുന്നത്? If following the CLRM assumptions, OLS estimators are the best in the class of linear estimate. ഗോസ്-മാർക്കോവ് തിയറം ഫോളോ ചെയ്യുകയാണെങ്കിൽ OLS എസ്റ്റിമേറ്റ്സ് ലീനിയർ എസ്റ്റിമേറ്റ്സിൽ ഏറ്റവും നല്ല എസ്റ്റിമേറ്റേഴ്സ് ആയിരിക്കും. പക്ഷെ ഗോസ്-മാർക്കോവ് തിയറും CLRM assumptions following plus if there is എന്താണ് പറയുക, ഈ എസ്റ്റിമേറ്റേഴ്സ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ these square estimators are the best unbiased estimates within the class of linear and non-linear estimates. So ഒരിക്കൽ കൂടി പറയാം, CLRM assumptions ഫോളോ ചെയ്യുകയാണെങ്കിൽ OLS estimate ഗോസ്-മാർക്കോവ് തിയറം സാറ്റിസ്ഫൈ ചെയ്യും. അതായത് OLS എസ്റ്റിമേറ്റേഴ്സ് ലീനിയർ എസ്റ്റിമേറ്റേഴ്സിൽ ഏറ്റവും നല്ല എസ്റ്റിമേറ്റേഴ്സ് ആണ്. പക്ഷേ CLRM assumptions plus the assumption of normality satisfy ചെയ്താൽ least square estimates are the best unbiased estimates. എന്നുവെച്ചാൽ നമ്മുടെ ലീനിയർ പ്ലസ് നോൺ ലീനിയർ എസ്റ്റിമേറ്റ്സിൽ ഏറ്റവും മികച്ച എസ്റ്റിമേറ്റേഴ്സ് ആയിരിക്കും OLS. അതുകൊണ്ടാണ് നമ്മൾ ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഇത്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഈ ഒരു വ്യത്യാസം ഓർത്തു വയ്ക്കുക. CLRM-ഉം CNLRM-ഉം രണ്ടാണ്. CLRM അസംഷൻസിൽ നമ്മൾ ഒരിക്കലും എറർ ടൈമിനെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അസ്യൂം ചെയ്യുന്നില്ല. CNLRM-ൽ മാത്രമാണ് നോർമാലിറ്റി ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ CLRM അസംഷൻസ് എവിടെയെങ്കിലും എഴുതുമ്പോഴോ ആരുടെ എവിടെയെങ്കിലും പറയുമ്പോഴോ ഒരിക്കലും നോർമാലിറ്റി എന്ന് പറഞ്ഞ അസംഷൻ പറയരുത്. ക്ലാസിക്കൽ നോർമൽ ലീനിയർ റിഗ്രഷൻ മോഡൽ എന്ന് പറയുമ്പോൾ മാത്രമേ നമ്മൾക്ക് നോർമാലിറ്റി കൊണ്ടുവരാൻ പറ്റൂ. അല്ലാത്തടത്തോളം കാലം റാൻഡംനെസ് മാത്രം മതി. സോ ഈ ഒരു പോയിന്റ് നമ്മൾ ഇന്നത്തെ ഡിസ്കഷൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ അടുത്ത ലെക്ചറിൽ വീണ്ടും കാണാം. അപ്പോൾ ബൈ. പിന്നെ ഈ വീഡിയോസ് മറക്കാതെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.